നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് വളരെ രസകരമായിട്ടൊരു പ്രാക്ടീസാണ്. എന്താണ് ഈ പ്രാക്ടീസിൻ്റെ പ്രത്യേകത എന്നറിയാമോ? നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടല്ലോ, നമ്മൾക്കൊരു മാന്ത്രിക വടി ഉണ്ടെന്ന് വിചാരിക്കുക. ആ മാന്ത്രിക വടിയുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? നമ്മൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരില്ലേ, നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന ആൾക്കാർ, അവരെ ഓൾമോസ്റ്റ് നമ്മളൊന്ന് തൊട്ട് കഴിഞ്ഞാൽ തന്നെ മാജിക്കലി അവരുടെ ആഗ്രഹം നടക്കും. എന്തായിരിക്കും ആ ഒരു മാന്ത്രിക വടി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് ചിന്തിച്ച് നോക്കാമോ? കാര്യം നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾക്ക് എന്തും ഒരാൾക്കുള്ള സഹായിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ അവർക്ക് വേണ്ടിയിട്ട് ആ ഒരു മാജിക്കൽ നമ്മളുടെ വടി വെച്ചൊന്ന് തൊട്ട് കഴിഞ്ഞാൽ അവരുടെ ലൈഫിൽ അവർ ആഗ്രഹിക്കുന്ന എല്ലാം നമുക്ക് നേടിക്കൊടുക്കാൻ പറ്റും. അടിപൊളിയാണോ? ഇതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾ എങ്ങോട്ടാണോ ഫോക്കസ് ചെയ്യണത് അങ്ങോട്ടാണ് എനർജി പ്രവഹിക്കുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു നന്ദിയുടെ സംസ്കാരം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും അതിൻ്റെ ശക്തിയെ നമ്മൾ മറ്റൊരാളുടെ ആവശ്യത്തിനായിട്ട് നമ്മൾ അങ്ങോട്ട് തന്നെ ഫോക്കസ് ചെയ്യുകയും ചെയ്യുമ്പോഴത്തേക്കുണ്ടല്ലോ, ആ സ്ഥലത്തേക്ക് ആ ഊർജ്ജം കൊണ്ട് പ്രവഹിക്കുകയാണ്. അപ്പോൾ ആ ഊർജ്ജം അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ അത്ഭുതം പ്രവർത്തിക്കുകയാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു റിസൾട്ട് അവർക്കത് സംഭവിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾക്ക് എന്തും ആർക്ക് വേണ്ടിയിട്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? നമ്മളൊരു മജീഷ്യനാണ്. നമ്മൾക്ക് ഒത്തിരി നല്ല ഇൻറ്റൻഷൻസ് വെച്ച് നമ്മൾ ജീവിക്കുവാണെങ്കിൽ നമുക്ക് ഒത്തിരി അധികം ആളുകളെ സഹായിക്കാൻ പറ്റും. ഒത്തിരി അധികം ആൾക്കാർക്ക് സാന്ത്വനമാവാൻ പറ്റും. അവർക്ക് എന്ത് പ്രശ്നമാണെങ്കിൽ പോലും, ചില ആൾക്കാർക്ക് ഫിനാൻഷ്യൽ പ്രോബ്ലം ആയിരിക്കും, ചില ആൾക്കാർക്ക് പ്രശ്നം എന്തായിരിക്കും, അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇമോഷണൽ പ്രശ്നങ്ങളായിരിക്കും, ചില ആൾക്കാർക്ക് ശരിക്കും ഒരു മാനസികമായിട്ടുള്ള പ്രശ്നമായിരിക്കും, ചിലർക്ക് ആ ദൈനംദിനമായിട്ടുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാൻ പറ്റാത്ത പ്രശ്നമായിരിക്കും, ചിലർക്ക് ആരോഗ്യ പ്രശ്നമാവാം. എന്തും ആവട്ടെ, ഈ ഏത് കാര്യത്തിനെയും നമ്മൾക്ക് ഹീൽ ചെയ്യാനായിട്ട് ആരോഗ്യമാവാം, സമ്പത്താവാം, സന്തോഷമാവാം, എന്തും അവർക്ക് നേടാൻ വേണ്ടിയിട്ട് സഹായിക്കാൻ നമ്മൾക്ക് ഈ മാന്ത്രിക വടി പരിശീലനം കൊണ്ട് നമുക്ക് സാധിക്കും. നമുക്കൊന്ന് നോക്കിയാലോ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന്. കാരണം നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ സാധാരണ ചെയ്യുന്ന ഒരു കാര്യം എന്താ അറിയാമോ? ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിലെ ചേച്ചിക്ക് പെട്ടെന്ന് കാല് വയ്യാത്തൊരവസ്ഥ വന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞു, ശരിക്കും എനിക്ക് ഒട്ടും വയ്യ, എനിക്ക് നിൽക്കാനേ പറ്റണില്ല, പക്ഷേ ഷീജ ഇന്ന് തന്നെയാണല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ വന്നത്, അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ഓട്ടോയൊക്കെ പിടിച്ചിട്ടാണ് വന്നേ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സത്യത്തിൽ ചേച്ചിയുടെ ഒത്തിരി നന്ദി തോന്നി. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് അറിയാമോ? ഞാൻ ഓൾമോസ്റ്റ് എൻ്റെ പ്രെയർ റൂമിൽ പോയിട്ട് ഞാൻ കണ്ണടച്ചിട്ട് ആ ചേച്ചിയുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാ ചേച്ചീനെ ഇങ്ങനെ കണ്ടു. എന്നിട്ട് ഞാൻ ചേച്ചിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണ ആരോഗ്യം ലഭിച്ചതായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൾമോസ്റ്റ് എൻ്റെ ഒരു മാന്ത്രിക വടി പോലെ ഞാൻ ഓൾമോസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ചേച്ചി ബ്ലെസ് ചെയ്തു. എന്നിട്ട് ചേച്ചിക്ക് ഏറ്റവും നല്ല ആരോഗ്യം കിട്ടിയതായിട്ട് ഞാനിങ്ങനെ ഓൾമോസ്റ്റ് ചേച്ചിയുടെ എൻ്റെ കാലുവേദനയൊക്കെ മാറി ചേച്ചി വളരെ ശക്തിയായിട്ട് ചേച്ചി നടക്കുന്നത് ഞാൻ ഓൾമോസ്റ്റ് എൻ്റെ മനസ്സിൽ കണ്ടു. ആ ചേച്ചി ഏറ്റവും നന്നായിട്ട് പിറ്റേ ദിവസം ഇന്ന് രാവിലെ എന്താ സംഭവിച്ചെന്നറിയുമോ? ചേച്ചി അത്രയും ഹാപ്പി ആയിട്ട് ഇന്ന് വീട്ടിൽ വന്നു. അവർ പറഞ്ഞു, ഇന്നലെ ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് പോയി അത് മരുന്നൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല വ്യത്യാസം വന്നു, ഇന്ന് ഞാൻ ഓട്ടോയ്ക്കാണ് വന്നേ, പക്ഷെ ഞാൻ വളരെ ഹാപ്പിയാണ്. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ഈ കൃതജ്ഞത വെച്ചിട്ട് ശരിക്കും എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ആരെയും മാജിക്കലി നമ്മൾക്ക് അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റും. അവരുടെ ആരോഗ്യത്തെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് പൂർണ്ണ ആരോഗ്യവാനാക്കി അവരെ മാറ്റാൻ പറ്റും. അപ്പം നമ്മളുടെ ഏത് ആഗ്രഹിക്കുന്ന ആളെയും, ചിലപ്പോൾ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസിൽ പെട്ടുന്ന നമ്മളുടെ ഒരു ബന്ധുവായിരിക്കാം, അപ്പോൾ അവർക്ക് ആ ഒരു സമ്പത്ത് പെട്ടെന്ന് കിട്ടിയതായിട്ട് നമ്മൾ അവരെ ബ്ലെസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അവർ ആ ഒരു ഹാപ്പിനെസ് നമ്മളോടൊന്ന് പറയേണ്ടതായിട്ടൊക്കെ നമ്മളൊന്ന് മാനിഫെസ്റ്റ് ചെയ്തിട്ട് അവരൊന്ന് ബ്ലെസ് ചെയ്താൽ ഉറപ്പായിട്ട് വന്നിട്ട് നന്ദി പറയുക. നമ്മൾ അഡ്വാൻസ് ആയിട്ട് നമ്മൾ ആ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്ക് ആ ഒരു സമ്പത്ത് കിട്ടി, അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറിയതായിട്ട് അദ്ദേഹം ഒന്ന് പറഞ്ഞപ്പോഴുള്ള സന്തോഷം നമ്മൾ ഫീൽ ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, ഉറപ്പായിട്ടും അവർക്ക് അപ്പം തന്നെ ഒരു അദൃശ്യമായിട്ടൊരു ശക്തിയുടെ ഒരു അനുഗ്രഹത്തോടെ അവരുടെ ആ ഒരു വിഷമങ്ങൾ ഒരു തണൽ എവിടെന്നെങ്കിലും അവർക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങൾ സഹായിക്കേണ്ട, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് വിചാരിക്കണം ഏതെങ്കിലും ഒരാൾ, അവരേതെങ്കിലും ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകണമെങ്കിൽ, നിങ്ങൾക്ക് അവരുടെ ആവശ്യം എന്താണെന്ന് അറിയാമെങ്കിൽ
അവരെ ശരിക്കും സഹായിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഈ മാന്ത്രിക പരിശീലനം ചെയ്യാം. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 3 വ്യക്തികളുടെ ഒരു ഫോട്ടോ എടുക്കുക. ആ ഫോട്ടോ എടുത്ത് നിങ്ങൾ ഓൾമോസ്റ്റ് കയ്യിൽ വെക്കുക. ആ ഫോട്ടോ എടുത്ത് ബേസ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഒരു സമയത്ത് ഒരാളുടെ ഫോട്ടോ മാത്രമേ നിങ്ങൾ എടുക്കാവുള്ളൂ. ആ ഫോട്ടോ എടുക്കുമ്പോൾ ഒരു സമയത്ത് ഒരാളുടെ എടുക്കുക. ആ ഫോട്ടോ കയ്യിൽ പിടിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? കണ്ണുകൾ അടയ്ക്കാം. കണ്ണുകൾ അടച്ചിട്ട് ആ വ്യക്തിയെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യം എന്താണെന്ന് മനസ്സിൽ നിങ്ങളൊന്ന് കാണുക. ആ കണ്ടിട്ട് എന്ത് ചെയ്യുക? അദ്ദേഹത്തിന് ചിലപ്പോൾ കുറച്ച് ബിസിനസ്സിൽ കുറച്ച് ക്യാഷാണ് ആവശ്യമെങ്കിൽ അദ്ദേഹത്തിന് ആ ക്യാഷ് കിട്ടിയതായിട്ട്, അദ്ദേഹത്തിന് ഓൾമോസ്റ്റ് അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങളെല്ലാം അദ്ദേഹം നടത്തിയതായിട്ട്, അദ്ദേഹം വളരെ സന്തോഷവാനായിട്ട് നമ്മുടെ അടുത്ത് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ആ പ്രശ്നങ്ങളെല്ലാം മാറിയത് നമ്മളോട് പറയണതായിട്ട് നമ്മൾ ഓൾമോസ്റ്റ് ഒന്ന് വിഷ്വലൈസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ആ ഒരു അവസ്ഥ കിട്ടിയതിന് നമ്മൾ നന്ദി പറയാം. എന്നിട്ട് നമ്മൾ ഓൾമോസ്റ്റ് എന്ത് ചെയ്യുക? ഒന്ന് നമ്മളത് നന്ദിയൊക്കെ പറഞ്ഞ് ആ ഒരു കണ്ണുകൾ തുറന്ന് നന്ദി 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 എന്ന് പറഞ്ഞിട്ടൊരു 3 പ്രാവശ്യം പറയുക. കാര്യം ആ വ്യക്തിയുടെ ആരോഗ്യത്തിന്, സമ്പത്തിന്, സന്തോഷത്തിന്, എല്ലാത്തിനും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും, അദ്ദേഹം ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചതിന് നമ്മൾക്ക് നന്ദി പറയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് ഓരോ ആൾക്കാരുടെയും, ഇപ്പോൾ ഒരാളുടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 മിനിറ്റൊക്കെ മതി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ആളുടെ എടുക്കുക. എന്നിട്ട് നമ്മൾ ഓൾമോസ്റ്റ് വളരെയധികം ആത്മാർത്ഥമായിട്ട് നമ്മളത് ഫീൽ ചെയ്തിട്ട് നന്ദി 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 എന്ന് പറയുക. ആ വ്യക്തിയുടെ ആരോഗ്യമാവാം, സമ്പത്താവാം, അദ്ദേഹത്തിൻ്റെ സന്തോഷമാവാം, അദ്ദേഹത്തിൻ്റെ സമാധാനത്തിനാവാം, എന്തിനു വേണമെങ്കിലും നിങ്ങൾക്ക് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നന്ദി പറയാം. ഒരെണ്ണം പൂർത്തിയായി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ആളുടെ ഫോട്ടോ എടുക്കുക. ആ ആളുടെ ഫോട്ടോ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒരു മാന്ത്രിക വടി പരിശീലനം തന്നെ ഇതുപോലെ തന്നെ ചെയ്യുക. ആ ആളുടെ എന്താണോ അദ്ദേഹത്തിൻ്റെ ഒരു ആവശ്യം നമുക്കറിയാവുന്നത്, ചിലപ്പോൾ ആ കുട്ടിക്ക് പരീക്ഷ പാസ്സാവാനായിരിക്കും. അപ്പോൾ ആ പരീക്ഷകൾ നന്നായിട്ട് ആ കുട്ടിക്ക് എഴുതാൻ പറ്റിയതിന്, ഡിസ്റ്റിങ്ഷനോടെ പാസ്സാവാൻ പറ്റിയതിന്, അദ്ദേഹത്തിൻ്റെ ആ മോളുടെ ആരോഗ്യത്തിന്, സന്തോഷത്തിന്, ഫിനാൻഷ്യൽ അബണ്ടൻസിന്, ഹെൽത്തിന്, എന്തിനും, കരിയറിൽ അഡ്വാൻസ്മെൻറ്റ് കിട്ടിയതിന് എല്ലാം നമ്മൾക്ക് നമ്മളുടെ ആ കുഞ്ഞിനാവാം, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ബന്ധുവിനാവാം, അവർക്കത് കിട്ടിയതായിട്ട് നമ്മൾ സങ്കല്പിച്ച് മാന്ത്രിക വാക്കായ നന്ദി 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 എന്ന് പറയുക. എന്നിട്ട് കണ്ണുകളൊന്ന് തുറന്നിട്ട് നമ്മൾ ഓൾമോസ്റ്റ് സന്തോഷത്തോടെ അതൊന്ന് ആ ഫോട്ടോയിലൊക്കെ നോക്കിയിട്ട് അതൊന്ന് ഫീൽ ചെയ്യുക. ആ ഒരു മാന്ത്രിക വാക്ക് നമ്മൾ ഒന്നുകൂടി ഉച്ചരിക്കുക. നന്ദി നന്ദി നന്ദി. ആ ആൾക്ക് ഇതെല്ലാം ലഭിച്ചതിന് നന്ദി, യൂണിവേഴ്സിന് നന്ദി. അപ്പം നമ്മൾക്ക് ആ ഒരു രീതിയിൽ 3 പേരുടെ പ്രാക്ടീസുകൾ നമ്മൾ ചെയ്യാം. അപ്പോൾ ഈ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കണ്ണ് തുറന്ന് ശരിക്കും ആ ആളുടെ ഫോട്ടോയൊക്കെ കയ്യിൽ പിടിച്ച് ഈ പേര് പറഞ്ഞിട്ട് ആ ആൾക്ക് ആരോഗ്യവും സന്തോഷവും സമ്പത്തും സമാധാനവും ഒക്കെ കിട്ടിയതിന് നന്ദി നന്ദി പറയുമ്പോഴുണ്ടല്ലോ, അവരുടെ ആ ഒരു സാഹചര്യങ്ങൾ മാജിക്കലി ചേഞ്ച് ചെയ്യിക്കാനായിട്ട് നമ്മളുടെ ഈ ഒരു പ്രയർ കൊണ്ട് സാധിക്കും. അപ്പോൾ ഈ പ്രാക്ടീസ് അത് ചെയ്യുക. പിന്നെ സാധാരണ ചെയ്യണ പോലെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ എവറി ഡേ ചെയ്യണ പോലെ 10 അനുഗ്രഹങ്ങളുടെ ലിസ്റ്റ് എഴുതുക. എന്തുകൊണ്ട് നമ്മൾ ഇന്ന് അതിന് നന്ദി പറയുന്നു, എന്താണ് നമ്മൾ ഇന്ന് കൃതജ്ഞത അർപ്പിക്കണം എന്നുള്ളതിലെ കാരണങ്ങൾ നമ്മൾ ആവർത്തിച്ച് നമ്മൾ പറയുക. എന്നിട്ട് ഓരോ അനുഗ്രഹത്തിനും നന്ദി നന്ദി എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ എഴുതി കൃതജ്ഞത അത്രയും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പറയാം. ഏറ്റവും അവസാനം നമ്മൾ കിടക്കാൻ പോണതിന് മുമ്പ് നമ്മളുടെ മാന്ത്രിക കല്ലെടുക്കുക. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് സംഭവിച്ച ഓരോ നല്ല കാര്യങ്ങളെ ഓർത്തിട്ട് നന്ദി പറഞ്ഞ് ഏറ്റവും നല്ല കാര്യം ഏതാന്ന് കണ്ടുപിടിച്ച് അതിന് നന്ദി പറഞ്ഞിട്ട് സന്തോഷത്തോടെ ഇന്നത്തെ ദിവസത്തിൽ ദൈവം തന്ന അല്ലെങ്കിൽ യൂണിവേഴ്സ് തന്ന ആ അനന്തമായ അനുഗ്രഹങ്ങൾക്ക് ഒരു നന്ദിയുള്ള ഹൃദയത്തോടെ നമ്മൾ 24ാമത്തെ ദിവസത്തെ പ്രാക്ടീസ് പൂർണ്ണമായും ചെയ്ത ആ സന്തോഷത്തിൽ നാളെ ചെയ്യാനുള്ള ഡൂ ലിസ്റ്റ് എന്തൊക്കെയാണെന്നൊക്കെ എഴുതിയൊക്കെ വെച്ചിട്ട് നമ്മളുടെ ഗോൾ കാർഡൊക്കെ ഒന്ന് കണ്ട് നമ്മളുടെ ആ ഒരു ലക്ഷ്യങ്ങളെയൊക്കെ നമ്മളുടെ സബ് കോൺഷ്യസ് ബ്രെയിനിന് സമർപ്പിച്ചിട്ട് സന്തോഷത്തോടെ കിടന്നുറങ്ങുക, ഫോണൊക്കെ മാറ്റി വെച്ചിട്ട്. അപ്പോൾ എല്ലാവർക്കും അടുത്ത ദിവസം നമുക്കൊരു പുതിയ പ്രാക്ടീസായിട്ട് കാണാം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാർക്ക് ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് അയച്ചു കൊടുക്കാനും മറക്കരുത്. കാര്യം എന്താണ്, നമ്മൾക്ക് ആളുകളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ട് അവരുടെ ജീവിതത്തിൽ നിങ്ങൾ കാരണം അവരുടെ ലൈഫ് മാജിക്കലി രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ നിങ്ങൾക്കുണ്ടാവേണ്ട സന്തോഷം ഒന്ന് ആലോചിച്ചേ, എത്ര സന്തോഷമാണ്. അപ്പോൾ അതിന് നിങ്ങൾ തീർച്ചയായിട്ടും അത് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രാക്ടീസിൽ വരുന്ന ആ ഒരു വ്യത്യാസങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ. എന്തായാലും ഒത്തിരി സന്തോഷം,
ഒത്തിരി അധികം നന്മകൾ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടട്ടെ എന്ന പ്രാർത്ഥനയോടെ നന്ദി.